കൂട്ടുകാരെ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നല്ല കാലാവസ്ഥയല്ലേ, ചൂടല്ലേ. നമ്മുടെ അനാറിൻ്റെ പൂവ്, അനാറ് ഇങ്ങനെ വന്നിട്ട് ആ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല റെഡ് കളറാണ്. ഞാനിതേ വിത്ത് വായി കിളിപ്പിച്ചതായിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ ഇത് ടബിൽ വെച്ചിരിക്കുക. വിത്ത് വായി കിളിപ്പിച്ച തൈയായിരുന്നു. ഇപ്പോൾ 3.5 വർഷമായി ടബിലാണ് നിൽക്കുന്നത്. എൻ്റെ പൊക്കമായി. എന്താ ഇപ്രാവശ്യം എന്തായാലും ആദ്യമായിട്ട് പൂവിട്ട് കായകളൊക്കെ വന്ന് തുടങ്ങി. ഈ ഒരു കൊമ്പ് നിറച്ചുണ്ട്. ചൂടൊക്കെ ആയതുകൊണ്ട് കൊഴിയുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് എനിക്ക്. വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കണം, കൊടുത്തില്ല, ഒന്നും പറ്റിയില്ല, മേടിച്ചൊന്നുമില്ല. നമ്മളിവിടെ ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇവിടെ സെയിൽ കുറവാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റോക്കില്ല. പിന്നെ നമ്മൾ പിണ്ണാക്കുകളൂടെ ചേർന്ന വളമൊക്കെ ഇതിന് കൊടുക്കുന്നത്. പിന്നെ നനച്ചു കൊടുക്കുന്നുണ്ട്, ശരിക്കും ചുവടൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വെയിലത്താണ് നിൽക്കുന്നത്. വെയിൽ കൂടുതലായതുകൊണ്ടൊരു ഇന്നലെയൊക്കെ നനയ്ക്കാനും പറ്റിയില്ല, അതുകൊണ്ടൊരു ഭയം ഉണ്ടായിരുന്നു. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിലൊക്കെ ഒരു കായൊക്കെ വരുന്നതേ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമില്ലേ. ഇതിലൊക്കെ വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഒരു പഴയ ഒരു ടബ് ഇവിടെ ഇരുന്നതാണ് കേട്ടോ, പൊട്ടിയതായിരുന്നു, അതിനകത്തോട്ട് നട്ടതാണ്. എന്നിട്ട് ഞാൻ വലിയ അടിവളമൊന്നും കൊടുത്തില്ലായിരുന്നു, കുറച്ച് കരിയിലൊക്കെ ഇട്ടങ്ങ് നട്ട്. വെയ്റ്റ്ലെസ്സാണ്, എനിക്ക് എടുത്തുകൊണ്ട് പോകാത്തൊക്കെ രീതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പം മാറ്റി ഞാൻ വെച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ്ലെസ്സായിട്ട് നടാൻ വേണ്ടി കരിയിലയും കുറച്ച് ചാണകപ്പൊടിയും മാത്രമൊക്കെ ഇട്ടാണ് നട്ടത്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ വളം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ പൂക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ജൈവവളം, ഞാൻ കെമിക്കലൊന്നും ചെയ്യത്തില്ല കേട്ടോ, ജൈവവളം മാത്രമേ എടുത്തുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ സെയിലിനുള്ളതല്ല, നമുക്കിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഫലം നമുക്ക് കഴിക്കാനുള്ളതാണ്. എനിക്ക് ഹോസ്പിറ്റലിലും പോകാൻ വയ്യ, മെഡിസിനും കഴിക്കാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ പഠിച്ചതിൻ്റെ ഒരു കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ രോഗങ്ങളും ഇല്ല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരുപാട് ഈ കഷ്ടപ്പാട് കൊണ്ട് ഇപ്പം ഒരു പല്ല് കേടായിട്ട് അതിൻ്റെ ഒരു വേദനയുണ്ട്, ഇടയ്ക്ക് ചെവിക്ക് വേദന വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് ഓവറായിട്ട് വെയിലൊക്കെ കൊള്ളുകയും ഒത്തിരി അങ്ങ് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളമൊക്കെ ഞാനിവിടെ നനയ്ക്കാനായിട്ടൊക്കെ ഇറങ്ങുമ്പോഴേ ഈ ഹോസെല്ലാം വലിച്ചുകൊണ്ട് നടക്കുകയും അതൊക്കെ വലിയ കഷ്ടപ്പാടല്ലേ, ഒറ്റയ്ക്ക് വേണ്ടേ. ഈ ഹോസ് ഒടിയുമ്പോൾ ഓടിച്ചെന്നത്, പിന്നെ ഒടിഞ്ഞത് മാറ്റിയില്ലെങ്കിൽ പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളമെല്ലാം കൂടെ ഓവറായിട്ട് ദൂരോട്ടൊക്കെ തെറിച്ച് പോകും. അങ്ങനെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. മാഷാ അല്ലാഹ്, പഠിച്ചവൻ്റെ അനുഗ്രഹം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഷ്ടപ്പാടും തമ്പുരാൻ്റെ കാരുണ്യവും എല്ലാം കൂടെ ആകുമ്പോൾ റഹ്മത്ത്, പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാൻ ഷോർട്ടൊക്കെ ഇട്ടായിരുന്നു, പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയില്ലല്ലോ. അതായത് ടബിനകത്തിരിക്കുകയാണ്, അത് എടുത്തുകൊണ്ട് പോകാനും പറ്റും. വിത്ത് വാങ്ങി കിളിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളല്ലാതെ പിന്നെ ബഡ് തൈ വെച്ചതിലും കാ വന്നിട്ടുണ്ട് കേട്ടോ. അത് 6 മാസമേ ഉള്ളൂ നട്ടിട്ട്, ഇത് 3.5 വർഷം കഴിഞ്ഞ്. അതാണ് വ്യത്യാസം, സീഡും ബഡും തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പം ഞാൻ ഹാപ്പിയാണ്, എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി വീഡിയോ ചെയ്തതാണ്. എല്ലാവരും കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കേ, ബൈ.